സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ തൻ്റെ മതേതരത്വ നിലപാട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല ഗിമിക്കുകളും ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. പക്ഷേ ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും അദ്ദേഹം BJP ആണ്. എന്തായാലും ഫേസ്ബുക്ക് അറിഞ്ഞിട്ടില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ്? ഫേസ്ബുക്ക് അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, ഫേസ്ബുക്കിൽ അത് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ ഒരു പ്രൊഫൈൽ ലിങ്ക് ഉണ്ടല്ലോ, ആ പ്രൊഫൈൽ ലിങ്കിൽ സന്ദീപ് വാര്യർ www.facebook.com/സന്ദീപ് വാര്യർ BJP അങ്ങനെയാണത് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. അത് തുടക്കത്തിലേ ഉണ്ടായ ഒരു സാധനമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിൻ്റെ ഭൂതകാലമാണ് എന്നാണ് പറയുന്നത്. അതായത് ഭാവി കാലത്തിൽ ഞാനൊരു മതേതരം, പ്രസൻ്റ്ലി ഭാവിയല്ല വർത്തമാനകാലത്തിൽ ഞാനൊരു മതേതരത്വം പറയുന്ന വളരെ മതസൗഹാർദ്ദം പുലർത്തുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഭൂതകാലമാണ്. സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ധാരാളം ട്രോളുകൾ വരുന്നുണ്ട്. മനസ്സിലായി, ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞ BJPക്ക് പേജുണ്ട്, അറിയാമല്ലോ. BJPയുടെ ഒഫീഷ്യലായിട്ടുള്ള പേജാണ് എന്ന് പറഞ്ഞാൽ ട്രോളിൻ്റെ ഒരു പേജാണ് ഈ ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നത്. ഈ ഔട്ട് സ്പോക്കണിൽ സന്ദീപ് വാര്യർക്കെതിരെ വരുന്ന ട്രോളുകൾ കണ്ട സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ച് മരിച്ചു പോകും. ഈ ഔട്ട് സ്പോക്കൺ ഒരു സമയത്ത് സന്ദീപ് വാര്യർ നിയന്ത്രിക്കുന്ന തലത്തിൽ വരെ എത്തിയ ഒരു പേജാണെന്ന് ശ്രീജിത്തിനറിയാമല്ലോ. കാരണം ഈ പുള്ളിക്കാരന് ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്. സന്ദീപ് വാര്യറിന് തന്നെ ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് RSS പ്രവർത്തകർ സന്ദീപ് വാര്യർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം പ്രചരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഔട്ട് സ്പോക്കണിൽ ഞാൻ കണ്ടൊരു ട്രോളാണ് കണ്ടോ. ഇന്ന് ഔട്ട് സ്പോക്കണിൽ കണ്ടൊരു ട്രോളാണ്. അതായത് നമ്മളെ ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ അയാൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇത് നോക്കത്തില്ലേ, നടനാവണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ സന്ദീപ് വാര്യർ കണ്ണു തുറന്നിട്ട് രാവിലെ നോക്കുന്നത് പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം, രണ്ടാമത് സമസ്ത ജിഫ്രി തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം, മൂന്നാമത് അബ്ദുൾ നാസർ മദരി ഉസ്താദിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ പറയുന്നതായിട്ടാണ്. മദരിയെ മാത്രമേ ഇനി കാണാനുള്ളൂ അല്ലേ? അതെ. ഇത് അടുത്തൊരു ട്രോള്, സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് അനവസരത്തിലെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവ് VS വിജയരാഘവൻ. ഈ VS വിജയരാഘവൻ സന്ദീപ് വാര്യർ വന്നതിൽ, പാർട്ടിയിൽ വന്നതിലോട്ട് ധാരാളം എതിർപ്പുകൾ പറയും. മുരളീധരനൊക്കെ എതിർപ്പുമായിട്ട് ഞങ്ങൾക്ക് എത്തിയല്ലോ. അപ്പോൾ അത് കണ്ടോ, സന്ദീപ് വാര്യർ കണ്ടോ, ഈ ട്രോളാണ് കേട്ടോ. അതിൻ്റെ താഴെ സതീശൻ പറയുകയാണ്, എന്നാൽ ഞാൻ മറ്റത് എടുക്കട്ടെ എന്ന്. ഉടനെ സന്ദീപ് വാര്യർ സൈഡിൽ ആനാക്കടൽ മോഹൻലാൽ വിജയരാഘവേട്ടൻ. ഇത് 3നെയും കണ്ടാൽ സന്ദീപ് വാര്യർ സോപ്പിടാനൊക്കെ ഭയങ്കര മിടുക്കനാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റേ ഇത് കണ്ടോ, നമ്മുടെ സ്ഫടികത്തിലെ ദ്വിമാന സമവാക്യത്തിൻ്റെ പൂർണ്ണ ഇത് പറയടാന്ന് പറയുന്ന അതാണ്. അപ്പോൾ അടുത്തോമ്പ ഇങ്ങനെ ബബ്ബ അടിച്ചിരിക്കുമ്പോൾ ബബ്ബ എന്ന് പറഞ്ഞ നീ പറയാന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഇത്. കേരളത്തിൽ എത്ര മദ്രസകളും തങ്ങൾമാരും ഉസ്താദുക്കാരും ഉണ്ടെന്നറിയാമോ? അപ്പോൾ ജബ്ബാർ പച്ചപ്പട അറിയത്തില്ല പറഞ്ഞ ബബ്ബ മോനെ സന്ദീപേ ഇജു പറയൂ എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ കേരളത്തിൽ 21,683 മദ്രസകളും 22,04,683 ഉസ്താദുമാരും 500 തങ്ങൾമാരും ഉണ്ടെന്ന് കണ്ടുപഠിക്കടാ നമുക്ക്. അങ്ങനത്തെ രീതിയിലേക്ക് സന്ദീപ് വാര്യർ. ഇതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൾ എന്ന് പറയുന്നത്. ഈ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ എന്ന് പറഞ്ഞ് നമ്മുടെ ജഗതി, മകൻ്റെ അച്ഛൻ സിനിമയിൽ ജഗതി ഒരു സന്യാസിയായിട്ട് വരുമല്ലോ, ഒരു കപട സന്യാസിയായിട്ട്. അതുപോലെ നിങ്ങൾക്കറിയാമോ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് എഴുതിയ ഹിന്ദു വേദങ്ങളിൽ വരെ സമസ്തയെക്കുറിച്ച് പരാമർശമുണ്ട്. അതെന്താ കേട്ടിട്ടില്ലേ? ലോക സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ ഒരു അതിൻ്റെ അടുത്ത ട്രോള് നോക്കിയേ. അടുത്ത ട്രോള് സന്ദീപ് വാര്യർ ഒരു മുസല്ലിയാരിയായിട്ട് ഇരിക്കുന്നതാണ്. എന്നിട്ട് അടുത്ത റമദാൻ മാസത്തിൽ സന്ദീപ് ഹാജിയാരെന്നാണ് സന്ദീപ് സാഹിബ് പൊന്നാനിയിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടത് ഞാൻ നാളെ കേരളത്തിൽ ചെറിയ പെരുന്നാൾ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ട്രോളുകളാണ് സന്ദീപ് വാര്യരെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പല വീഡിയോകളും സന്ദീപ് വാര്യർ തിരിച്ചു കൊത്തുന്നുണ്ട് എന്നുള്ളത് വേറെ അതിഭീകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊരു സംഭവമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത സന്ദീപ് വാര്യരുടെ ഭൂതകാലം. വാട്സപ്പിൽ ആ ഒരു ലിങ്കിൽ ഇട്ടിരിക്കുന്ന ഇത് കണ്ടില്ല, സന്ദീപ് വാര്യർ BJP എന്നാണ്. പുള്ളി അത് തിരുത്താനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളി കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ഒരു വിമർശനം ശ്രദ്ധിച്ചായിരുന്നു. K. സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞത് സന്ദീപ് വാര്യർ ഒരു പ്രാദേശിക നേതാവാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ആ പ്രാദേശിക നേതാവാണെന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം പ്രാദേശിക നേതാവാകാൻ എനിക്ക് താല്പര്യമാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അത് ബി ജെ പിക്ക് എതിരെയുള്ളൊരു വിമർശനം കൂടെയാണ് കേട്ടോ സന്ദീപ് വാര്യർ. അതും കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. സന്ദീപ് വാര്യർ പറയുന്നത് എനിക്ക് പ്രാദേശിക നേതാവാൻ താല്പര്യമാണ്. എന്താണ് പ്രാദേശിക നേതാവ്? പ്രാദേശിക നേതാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജനങ്ങൾക്കിടയിലായിരിക്കും, ജനങ്ങൾക്ക് എപ്പോഴും അയാളെ കാണാൻ കിട്ടും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കിട്ടും. അതാണ് പ്രാദേശിക നേതാവ്. സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണെന്നാണ് പറഞ്ഞത്. കാരണം സദാസമയം സുരേന്ദ്രൻ ഏറിലാണ്, അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കട്ടെ എന്നും സന്ദീപ് വാര്യർ കളിയാക്കുന്നുണ്ട് കെ സുരേന്ദ്രനെ. അപ്പോൾ അതും വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർക്കെതിരെയുള്ള സൈബർ യുദ്ധം വേറൊരു തലത്തിലോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഗണ്യമായിട്ട് കുറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. ഒരുപാട് പേര് സന്ദീപ് വാര്യരെ അൺഫോളോ ചെയ്തു തിരിച്ചു വന്നിട്ട്. ഇപ്പോൾ സന്ദീപ് വാര്യരെ അൺഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് സന്ദീപ് വാര്യരെ ഫോളോ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. സന്ദീപ് വാര്യർ ഫോളോ ക്യാമ്പയിൻ തുടങ്ങി കോൺഗ്രസ് സന്ദീപ് വാര്യരെ, അതായത് 300 മുകളിൽ 300K, അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർക്ക് 3 ലക്ഷത്തിൽ താഴെ 2 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സായിട്ട് ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാർ വീണ്ടും വന്ന് സന്ദീപ് വാര്യരെ അത് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിച്ച് സന്ദീപ് വാര്യരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനാഫ്, ലോറി ഉടമ മനാഫിനെയൊക്കെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചല്ലോ. അപ്പോൾ അതുപോലെയാണ് കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നാളെയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് അല്ലേ? ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ പാലക്കാട് എന്താകും എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് വലിയ ക്രൂഷ്യലാണ്. പാലക്കാട് എങ്ങാനും ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യർ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. പാലക്കാട് ബി ജെ പി ജയിച്ചില്ലെങ്കിൽ, കോൺഗ്രസ്സാണ് ജയിക്കുന്നതെങ്കിൽ സന്ദീപ് വാര്യർക്ക് പിന്നെയും 2-3 മാസം കൂടി ഞെളിഞ്ഞ് നടക്കാം. നമ്മുടെ സേതുമാധവൻ്റെ മുമ്പിൽ ഹൈദ്രോസ് നടക്കുന്നൊരു സീനുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ട് മാറിയിടാന്നൊക്കെ പറഞ്ഞ്. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് സന്ദീപ് വാര്യനെ വെല്ലുവിളിക്കുകയാണ്. ആരെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഇത് കാണുന്ന പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇയാൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് അവർ ചിന്തിക്കും. കാരണം ഒറ്റയടിക്ക് നിലപാട് മാറ്റി മതേതരനായി, അതൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ സന്ദീപ് വാര്യർ ചെയ്യേണ്ടിയിരുന്നത് ബി ജെ പിയിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ വന്ന് നാട്ടുകാരോട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇത് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു, സംഘപരിവാറിനെ കുറ്റം പറയുന്നു, അതിഭീകരമായിട്ട് മതപ്രീണനം നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. ഇപ്പോൾ അദ്ദേഹം പണം വാങ്ങിയാണ് പാർട്ടി മാറിയതെന്ന രീതിയിലും അത് ഒരുപാട് ആരോപണങ്ങൾ. പക്ഷേ നമുക്കത് ആരോപണങ്ങൾ മാത്രമാണ്. നമുക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുള്ള കാര്യമില്ല. അത് ആരോപണങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന് പണം കൊടുത്തു എന്ന് പറയുന്നു. വേറെ ഒരു വാർത്ത ശ്രീത് കണ്ടായിരുന്നു, അദ്ദേഹത്തിന് തൃത്താല സീറ്റ് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നു. തൃത്താല VT ബൽറാമാണ് നിൽക്കുന്നത്. VT ബൽറാമിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് തൃത്താല സീറ്റ് സന്ദീപ് വാര്യർക്ക് കൊടുക്കുമെന്ന് ശ്രീതിന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. KPCC വക്താവിൻ്റെ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഇവിടെ DCC പ്രസിഡന്റ് ആവാനേ അടിയാണ്. എന്തിനു പറയുന്നു? ഒരു കൗൺസിലറായിട്ട് നിൽക്കാൻ പോലും അടിയാണ് കോൺഗ്രസ്സുകാരുടെ. അതിൻ്റെ ഇടയിലാണ് സന്ദീപ് വാര്യർക്ക് KPCCയുടെ വക്താവ് സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ട് അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിലവിൽ ഒരു വലിയ ഓഫർ ഇല്ലാതെ അദ്ദേഹം അങ്ങോട്ട്. ഉറപ്പായിട്ടും ഓഫർ ഉണ്ടല്ലോ. ഓഫർ ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റപ്പാലമായിരിക്കും. ഒറ്റപ്പാലമായിരിക്കണം ഓഫർ. കാരണം ഒറ്റപ്പാലത്ത് സജിൻ പോയ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യർക്ക് പാലക്കാട് നല്ല ഹോൾഡാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു മുഖമാണ് സന്ദീപ് വാര്യർ. ആ മുഖമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ സന്ദീപ് വാര്യർ ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞാൽ, BJPയുടെ ബാനർ അല്ലാതെ ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞാൽ, അത്യാവശ്യം മതപ്രകടനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു MLA ആവില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം സന്ദീപ് വാര്യരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. സന്ദീപ് വാര്യർ വളരെ കറക്റ്റ് റൈറ്റ് വേയിലൂടെയാണ് അദ്ദേഹം പൊളിറ്റിക്സ് കളിച്ച് മുന്നോട്ട് പോകുന്നത്. കേരളത്തിന് എന്താണ് വേണ്ടത് അത് സന്ദീപ് വാര്യർക്ക് കൊടുക്കാനറിയാം. അത് സന്ദീപ് വാര്യർ കൃത്യമായിട്ട് കൊടുക്കുന്നു. പക്ഷേ കേരളത്തിന് വേണ്ട സാധനം പൊതുവെ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ നമ്മുടെ, ആ നറേറ്റീവിനെതിരെയാണ് BJP പലപ്പോഴായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ലൗഡ് വർഗീയത പറയുന്ന ആൾക്കാരാണ് BJPക്കാർ, അല്ലെങ്കിൽ ഇവിടെയുള്ള അറിയാലോ. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ലൗഡ് വർഗീയതയല്ല. കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞാൽ ലൗഡല്ല, വളരെ എന്താണ് മനസ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ, മനസ്സിലായി. പക്ഷേ ഉണ്ട് താനും. അത് ലൗഡായിട്ട് വിളിച്ച് പറഞ്ഞാൽ നാട്ടുകാർ പറയും വർഗീയത പറയുന്നൂടാന്ന്. പക്ഷേ ചില ആൾക്കാർ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതിന് വർഗീയത ഇവർ കാണാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ.